ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് വലിയ ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ദൈവം ഇടപെടുന്നൊരു സമയമാണ് കേട്ടല്ലോ. ഇതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളൊന്ന് ആഗ്രഹിക്കുക, കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ വലിയ കാരുണ്യം നിറയപ്പെടാൻ ആഗ്രഹിക്കുക. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ നാളുകളിൽ തിരുസഭ പന്തക്കുസ്ത തിരുനാൾ അത്രമേൽ പ്രധാനമായും ആഘോഷിക്കുന്നതും അതിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ഈ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുത്തൻ കൃപയിലേക്ക് നയിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരുക്കം ചില ആളുകളെങ്കിലും ഈ പരിശുദ്ധാത്മാവിനെ വെറും ശക്തിയായി മനസ്സിലാക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ നാളുകളിൽ പഠിച്ച അവസരത്തിൽ പരിശുദ്ധാത്മാവ് കാറ്റാണ്, പരിശുദ്ധാത്മാവ് തീയാണ്, പരിശുദ്ധാത്മാവ് പിന്നെന്തൊക്കെ പ്രാവിൻ്റെ രൂപത്തിലുണ്ട്, പരിശുദ്ധാത്മാവ് എണ്ണയുടെ രൂപത്തിലുണ്ട്, ജലത്തിൻ്റെ രൂപത്തിലുണ്ട്. അങ്ങനെ ഇങ്ങനെ അനേക പ്രതീകങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ പലരും മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ശക്തി, തീ എന്ന് പറയുന്ന കത്തുന്നത് പോലെ, കാറ്റടിക്കുന്നത് പോലെ, എണ്ണ ഒഴുകുന്നത് പോലെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചില പദപ്രയോഗങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ചിലർ പറയും പരിശുദ്ധാത്മാവ് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവമകനും ദൈവമകളും മനസ്സിലാക്കണം, ഇത് വെറും ഒരു പോസിറ്റീവ് എനർജിയായിട്ടും വെറും ഒരു ശക്തിയായിട്ടുമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? ഒരു വ്യക്തിയാണ്. ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി ആബാ പിതാവ്, ഈശോ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവർ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടിരുന്നത് അവൻ എന്നാണ്. അവൻ വരുമ്പോൾ, അല്ലേ? അല്ലാതെ ഇത് വരുമ്പോഴെന്നാണോ? ഇതെന്നല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവിനൊരു വ്യക്തിയായിട്ട് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഈ വ്യക്തിയോടുള്ള ഒരു ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോടുള്ള ബന്ധം? പറ. പരിശുദ്ധാത്മാവെന്നൊരു വ്യക്തിയോടുള്ള ബന്ധം അത് നമ്മൾ വളർത്തിയെടുക്കണം. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയോടുള്ള ബന്ധം. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, ബൈബിളുള്ളവരും തുറന്നേ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് സഹായകൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? സഹായകൻ. മറ്റൊരു ശക്തി എന്നാണോ? അല്ല, സഹായകൻ, പാരക്ലീറ്റ്. ഈ നാളുകളിലൊക്കെ പഠിച്ചതാണ്. പാരക്ലീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൂ സ്റ്റാൻഡ്സ് ബിസൈഡ്, എൻ്റെ കൂടെ നിൽക്കുന്നവൻ, അഡ്വക്കേറ്റ്, ഹെൽപ്പർ, കൗൺസിലർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സഹായകൻ പരിശുദ്ധാത്മാ വ്യക്തിയാണ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. ഈ സഹായകൻ നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഇത് വെറുതെ കാറ്റായിട്ട് നിൽക്കുന്നൊന്നല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഒരു വചനം ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 13-ന്റെ 2-ാം തിരുവചനം. അവ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. കണ്ടോ? പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത്, അല്ലേ? വ്യക്തികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാൻ 14:26, ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 26. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവ് അവൻ വന്ന് നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
ബോധ്യപ്പെടുത്തും. 14:26 എന്ന് വായിച്ചേ. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. കേട്ടോ, എന്ത് ചെയ്യും? പഠിപ്പിക്കും. അപ്പൊ ഇതൊരു വ്യക്തിയാണ്. നിന്നെ ടീച്ചർ, നിന്റെ മുമ്പിൽ ഒരു ടീച്ചർ പഠിപ്പിക്കും, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് യു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയാ. റോമ 8:26 വായിച്ചേ. റോമ 8:26. റോമൻസ്, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 36. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും. കണ്ടോ, നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കും, നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന പറഞ്ഞ ഇന്റർസീഡ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ശക്തി മാത്രമല്ല, മറിച്ച് ഹി ഈസ് എ പേഴ്സൺ. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. 1 കൊറിന്തോസ് 12:11 വായിച്ചേ. പരിശുദ്ധാത്മാവിന് ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കല്ല ഇഷ്ടമൊക്കെ ഉള്ളത്, ഇഷ്ടങ്ങള്, താല്പര്യങ്ങള്. 1 കൊറിന്തോസ് 12:11. 1 കൊറിന്തോസ് 12. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ്. അതായത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളതനുസരിച്ച്, ഇഷ്ടം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് ഇഷ്ടങ്ങളുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമ 8:27 എന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവിന് ചിന്തകൾ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 27. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. കണ്ടോ, ഗ്രഹിക്കുന്നു. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവിന് ഇഷ്ടങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിന് ചിന്തകളുണ്ട്. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാറുണ്ടോ? സത്യം പറ. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാറുണ്ടോ? ഈ ഭൂമിയിലുള്ള മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നു, അല്ലേ? എന്തോരം കഷ്ടപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചാൽ എന്താ ഗുണമെന്നറിയോ? ഈ ഭൂമിയിൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഈ ഭൂമിയിലുള്ള മനുഷ്യരെ സ്നേഹിച്ചാൽ എന്താ ഗുണം? ചില സ്നേഹങ്ങൾ ഉള്ള സമാധാനം കളയും. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, ആരെ സ്നേഹിക്കണം? പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കാനുള്ള തീരുമാനം കേട്ടോ. ഇന്നത്തെ ഈ ശുശ്രൂഷ സമയത്ത് അതിനു വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ആദരിക്കുന്നു. കണ്ണുകളടച്ചോളൂ, 2 കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കണം. കാറ്റായും തീയായും എണ്ണയായും ജലമായും ഒക്കെ കടന്നു വന്ന പ്രതീകങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇതാ നിന്റെ മുമ്പിൽ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഉള്ളിൽ പറഞ്ഞേ, ഓരോരുത്തരും പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് സമ്മാനിക്കാൻ പോവാണ്. നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കാൻ പോവാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നതനുസരിച്ച് ഈ ഭൂമിയിൽ ഏതെങ്കിലും ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നികത്തും. ഈ ഭൂമിയിൽ നിങ്ങളെ ആരെങ്കിലും ചതിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ വലിയ വിഷമത്തിലാണെങ്കിൽ ആ ചതിയുടെ വേദന പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും വലിയ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നതനുസരിച്ച് ആ വിഷമങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. നിങ്ങളുടെ ഉള്ളിൽ അവഗണിക്കപ്പെട്ടു, എന്നെ എല്ലായിടത്തുനിന്നും മാറ്റി നിർത്തുന്നു, എൻ്റെ വീട്ടിൽ പോലും എനിക്കൊരു സ്ഥാനമില്ല എന്ന് ചിന്തയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അപ്രകാരമുള്ള നെഗറ്റീവ് ചിന്തകളെ എടുത്തു മാറ്റി നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പുത്തൻ കൃപ കൊണ്ട് നിറയ്ക്കും. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം,
രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക. ഇനിയുള്ള സമയം നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ചൊന്നും നോക്കേണ്ട, അടുത്ത് നിൽക്കുന്ന വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കി നിൽക്കേണ്ട, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. സാരമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന സമയമാണ്. നിന്റെ പ്രായമൊന്നും നീ ചിന്തിക്കണ്ട. എനിക്ക് പ്രായം കുറവാണല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, നീ അങ്ങനെ ചിന്തിക്കണ്ട. എനിക്ക് ഇത്രയും പ്രായമായല്ലോ, ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഒറ്റ ചിന്ത, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ ആദരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ ഈ പ്രാർത്ഥനയായിട്ട് മാറട്ടെ. വേറെ ഒന്നിനെയും കുറിച്ചും ഭാരപ്പെടേണ്ട, വേറെ ഒന്നിനെയും കുറിച്ച് ഓർത്തോണ്ടിരിക്കേണ്ട, മറിച്ച് പരിശുദ്ധാത്മാവെ പരിശുദ്ധാത്മാവെ. ലോകമെമ്പാടും ഈ നാളുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അതാണ്, പരിശുദ്ധാത്മാവേ എന്നുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കാം, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ ആദരിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ അനുസരിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തെ ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത അനുഭവങ്ങളെ ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തകളെ ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിത വഴികളെ ഏറ്റെടുക്കും. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ പ്രാർത്ഥിച്ചോണം, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ അനേക കർത്താവ് കൃപ നൽകും, അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവ് നിന്റെ നാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് നിന്റെ ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മാനസിക ദുഃഖങ്ങൾ ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് ഓർത്തോർത്തുള്ള ദുഃഖത്തെ ഏറ്റെടുക്കും, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ള ഭയം മാറ്റും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ മാനിക്കുന്നു, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ അനുസരിക്കുന്നു, പരിശുദ്ധാത്മാവേ. ആത്മാവേ ആത്മാവേ, ഇതൊരു തീരുമാനമാണ്, ഇതൊരു തീരുമാനമാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കണം. കൈയടിച്ചേ, കണ്ണുകളടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റ പ്രാർത്ഥന, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യെസ്, ഇത് പ്രാർത്ഥനയാണ്. അടുത്തുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു. നീ ഉള്ളിൻ്റെ ഉള്ളിൽ പറയണം, ആവർത്തിച്ച് പറയണം. യെസ്, ഐ ലവ് ഹോളി സ്പിരിറ്റ്, ഐ റെസ്പെക്ട് ഹോളി സ്പിരിറ്റ്, ഐ അഡോർ ഹോളി സ്പിരിറ്റ് ബിക്കോസ് ഹി ഈസ് എ പേഴ്സൺ. ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ്. യെസ്, Holy Spirit is a person. I am ready to listen and obey what Holy Spirit says. Oh Holy Spirit, speak to me. Oh Holy Spirit, guide me. Oh Holy Spirit, teach me. Oh Holy Spirit, right now speak to me. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചു. ശരീരത്തെ പരിശുദ്ധാത്മാവിന് കൊടുത്തുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുകരിക്കും, ഞാൻ ഇന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. പാടാമോ? ഞാൻ നിന്നെ ചേർന്ന് പരിശുദ്ധാത്മാവേ. ചേർന്ന് ഒരിക്കൽ കൂടെ പാടിക്കേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ. പറഞ്ഞ് പറഞ്ഞ് പാടിക്കേ, നാവ് തുറന്ന് പറയണം. ഞാൻ നിന്നെ യെസ് ഞാൻ നിന്നെ ആരാധിക്കും പരിശുദ്ധാത്മാവേ. പാടാമോ? സ്വരത്തിൽ പാടാമോ? പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ച പോരാ, ശക്തിയോടെ കൈയടിച്ചേ. ഓ പരിശുദ്ധാത്മാവേ,
ഈ ശരീരം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വിശ്വസിക്കുന്നവര് നന്നായിട്ട് കൈയടിച്ചേ. യെസ്, ഐ ലവ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. വിശ്വസിച്ച് കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. നമ്മൾ ഇതിങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ സൗഖ്യം പരിശുദ്ധാത്മാവ് നൽകും, വലിയ ശാന്തത പരിശുദ്ധാത്മാവ് നൽകും. നിന്റെ ഭയത്തിൻ്റെ മേഖലകളെ പരിശുദ്ധാത്മാവ് നിർവീര്യം ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ പ്രതീക്ഷകളെ വളർത്തും. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൽ ഇടപെടും. പരിശുദ്ധാത്മാവ് നിന്റെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കും. എല്ലാവരും ആഗ്രഹിക്കണം. യെസ്, കൈകൾ താഴ്ത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിഞ്ഞ് കൈയടിച്ചേ. യെസ്, ശരീരത്തിലേക്ക് ഒരു അഭിഷേകം ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. യെസ്, ഐ ലവ് ഹോളി സ്പിരിറ്റ്. ശക്തിയോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു റൂഹായേ. യെസ്, ഞാൻ നിന്നെ മാനിക്കുന്നു റൂഹായേ. ആമേൻ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും റൂഹായേ. റൂഹായേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു റൂഹായേ, ഞാൻ നിന്നെ മാനിക്കുന്നു റൂഹായേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും റൂഹായേ. റൂഹായേ. റൂഹായേ എന്നിൽ നിറയണമേ. ചേർന്ന് പാടുകയും റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ. ആമേൻ. റൂഹായേ, 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 റൂഹായേ. എന്നിൽ നിറയണമേ. റൂഹ പാടാം, പാടാം. റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ. റൂഹായേ, റൂഹായേ, എന്നിൽ നിറയണമേ. റൂഹാ. റൂഹായേ. റൂഹായേ റൂഹായേ, 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 റൂഹായേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. റൂഹായേ. റൂഹായേ, കാറ്റായി വീശണമേ. വീശട്ടെ. റൂഹായേ, റൂഹായേ, കാറ്റായി വീശണമേ. റൂഹായേ, 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 റൂഹായേ. കാറ്റായി വീശണമേ. ആമേൻ. റൂഹായേ. റൂഹായേ കാറ്റായി വീശണമേ. സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് കാറ്റായി വീശണമേ. ഓരോ വ്യക്തിയുടെ മേലും റൂഹായേ. ആമേൻ. റൂഹായേ. റൂഹായേ റൂഹായേ, 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 മഴയായി പെയ്യണേ. റൂഹായേ. റൂഹായേ മഴയായി പെയ്യണമേ. ആമേൻ. റൂഹായേ, റൂഹായേ, മഴയായി പെയ്യണമേ. റൂഹായേ, 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 മഴയായി പെയ്യണമേ. പാടാം. റൂഹായേ. റൂഹായേ മഴയായി പെയ്യണമേ. സംഭവിക്കട്ടെ. റൂഹായേ. റൂഹായേ മഴയായി പെയ്യണമേ. റൂഹായേ, റൂഹായേ, റൂഹായേ. 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 റൂഹായേ മഴയായി പെയ്യണമേ. തീ കത്തട്ടെ. റൂഹായേ. റൂഹായേ തീയായി പെയ്യണമേ. യെസ്. റൂഹായേ. റൂഹായേ തീയായി പെയ്യണമേ. റൂഹായേ, 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 റൂഹായേ. തീയായി പെയ്യണമേ. ആമേൻ. റൂഹായേ. റൂഹായേ അഗ്നിയയക്കണമേ. സംഭവിക്കട്ടെ. റൂഹായേ. റൂഹായേ അഗ്നിയയക്കണമേ. ശക്തിയോടെ കൈയടിച്ച്. റൂഹായേ. റൂഹായേ റൂഹായേ, 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 റൂഹായേ. അഗ്നിയയക്കണമേ. പോരാ, 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 പോരാ. ചേർന്ന് കൈയടിച്ച് നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, വികാര വിചാരങ്ങളെ പരിശുദ്ധാത്മാവിന് കൊടുത്ത് ചേർന്ന് പ്രാർത്ഥിച്ച് കരങ്ങളടിച്ച് വിശ്വസിക്കട്ടെ. സംഭവിക്കട്ടെ. കൈകാലുകളിലേക്ക്, ശരീരത്തിന്റെ രക്തധമനികളിലേക്ക്, നിന്റെ ചിന്താസരണികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ചേർന്ന് സംഭവിക്കട്ടെ. അഗ്നി അയക്കണമേ. റൂഹായേ, റൂഹായേ. ഷോ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച് ചേർന്ന് പാടി. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആമേൻ. ചേർന്ന്
അയക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും സംഭവിക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ രോഗപീഠകളും സൗഖ്യപ്പെടട്ടെ, മനസ്സിന്റെ ദുഃഖങ്ങൾ എടുത്ത് മാറ്റപ്പെടട്ടെ, മനസ്സിന്റെ ഭാരങ്ങൾ എടുത്ത് മാറ്റട്ടെ, ഓർത്തോർത്തുള്ള ദുഃഖങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, കുടുംബ പ്രശ്നങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, വിവാഹ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, മക്കളെ കുറിച്ചുള്ള ഓർമ്മകളെ വിശുദ്ധീകരിക്കട്ടെ, ഇന്നലകളിലെ തെറ്റായ അനുഭവങ്ങളിൽ കെട്ടുകഴിയുന്ന സകലരെ കർത്താവ് വിടിവിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കട്ടെ, അതുപോലെ പ്രാർത്ഥിക്കട്ടെ, അത്ഭുത ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ, അത്ഭുത കൃപകളോടെ പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഭാഷാവരത്തിന് കൃപ ലഭിക്കുന്നവർ ഭാഷാവരത്തിന് പ്രാർത്ഥിക്കട്ടെ, സ്വയം മറന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, the mighty anointing, the mighty anointing. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. റൂഹ, ദൈവത്തിന്റെ കാറ്റ്, റൂഹ എലോഹിം, ഈ കൂട്ടായ്മയിൽ കാറ്റടിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും. ആമേൻ. ഞാൻ നിന്നെ അനുകരിക്കും. യെസ്. ഞാൻ എന്നും ആരാധിക്കും. പരിശുദ്ധാത്മാവേ, ഉള്ളിന്റെ ഉള്ളിലത് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, യെസ് ഓ ലോർഡ്. ഞാൻ നിന്നെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും. ഞാൻ നിന്നെ അനുഗമിക്കും. ഞാൻ എന്നും ആരാധിക്കും. പരിശുദ്ധാത്മാവേ. ഇതൊരു തീരുമാനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതൊരു തീരുമാനമാണ്. നിന്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന ശക്തമായൊരു തീരുമാനം. ഇക്കാലം അത്രയും നീ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല. ദാ ഈ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പോട്ടാശ്രമത്തിൻ്റെ അങ്കണത്തിലുള്ളവരും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഐ ആം ഹിയർ ടു ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. ഐ ആം ഹിയർ ടു ലവ് ആൻഡ് അഡോർ മൈ ഹോളി സ്പിരിറ്റ്. ഹിയർ ആഫ്റ്റർ മൈ ലൈഫ് ഈസ് ഫോർ ഹോളി സ്പിരിറ്റ്. തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതം ഇത് പരിശുദ്ധാത്മാവിനുള്ളതാണ്. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോടുമുള്ള സ്നേഹമല്ല നമ്മളെ നിലനിർത്തുന്നത്, പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹമാണ്. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള വലിയ ദാഹങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നെ മറ്റുള്ളവർ സ്നേഹിക്കണം, എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം, എന്നെ മറ്റുള്ളവർ ചേർത്ത് നിർത്തണം, മറ്റുള്ളവർ എന്നെ ഫോൺ വിളിക്കണം, മറ്റുള്ളവർ എൻ്റെ കൂടെ ഇരിക്കണം, മറ്റുള്ളവർ എനിക്ക് വേണ്ടി സമയം തരണം, മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പെരുമാറണം, അങ്ങനെയെങ്കിലേ എനിക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ നീ ഇപ്പോൾ മനസ്സിലാക്കണം, ഈ ലോകം വെച്ചു നീട്ടുന്ന സ്നേഹമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു അത് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൻ്റെ സ്നേഹമാണ്. പരിശുദ്ധാത്മാവേ, 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെക്കാളും, എൻ്റെ ജീവിത പങ്കാളിയെക്കാളും, എൻ്റെ കൂട്ടുകാരെക്കാളും, എൻ്റെ ഈ ഭൂമിയിൽ എൻ്റെ ചങ്കോട് ചേർത്ത് ഞാൻ കൊണ്ടു നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സകല മനുഷ്യരെക്കാളും
പരിശുദ്ധാത്മാവേ, 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ഞാൻ നിന്നെ മാനിക്കുന്നു. പരിശുദ്ധാത്മാവേ. ആമേൻ. ഞാൻ നിന്നെ അനുസരിക്കും. യെസ്. ഞാൻ നിന്നെ അനുഗമിക്കും. ആമേൻ. ഞാൻ എന്നും ആരാധിക്കും. പരിശുദ്ധാത്മാവേ. ഈ തീരുമാനം നീ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രഖ്യാപിക്കുക. കർത്താവ്, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിക്കുമുള്ള ഉത്തരമാണ്. നിന്റെ ജീവിതത്തിലെ ഏത് ചോദ്യത്തിനുമുള്ള ഉത്തരമാണ്. നിന്റെ ഏത് സംശയത്തിനുമുള്ള ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് അത് വിശ്വസിക്കുക. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ എന്നും അനുസരിച്ചു കൊള്ളാം. വിശ്വസിക്കുക.